സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും എല്ലാവർക്കും ഹൃദ്യമായ സ്നേഹം അറിയിക്കുന്നു. വിശ്വാസി പാപം ചെയ്താൽ എന്ന ടൈറ്റിലിൽ ക്രിസ്ത്യൻ സെല്യൂട്ടിൽ ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ടൈറ്റിൽ, ഈ ഒരു വിഷയം പബ്ലിക്കിൽ സംസാരിക്കരുതെന്ന് ഞാൻ ഏറെ നാൾ വിചാരിച്ചിരുന്നതാണ്. സംസാരിക്കേണ്ട ആവശ്യമില്ല, അത് ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചത്. പക്ഷേ എന്നാൽ വ്യാപകമായിട്ട് നമ്മുടെ ആളുകൾ തെറ്റിദ്ധാരണയിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ ക്രിസ്തീയ ലോകത്ത് നിലവിലുണ്ട്. അത് പ്രധാന കാരണം ഞാൻ കഴിഞ്ഞ 2 വീഡിയോ ചെയ്തതുകൊണ്ടുള്ള ഈ ശാപം മുറിക്കൽ, ശുശ്രൂഷക്കാരുടെ പ്രസംഗങ്ങളും പഠിപ്പിക്കും കാരണമാണ്. ഇപ്പം ഞാൻ ചെയ്യാൻ കാരണം, അപ്പം വിശ്വാസി പാപം ചെയ്താൽ എന്ത് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ദ എൻറ്റയർ ബൈബിളാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ്. നമ്മളെവിടെയെങ്കിലും ഒരു വാക്യമോ 2 വാക്യം എടുത്തിട്ട് ഈ വിഷയം നമ്മൾക്ക് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ സമർത്ഥിക്കാനോ പറ്റത്തില്ല. എൻറ്റയർ ബൈബിൾ നമ്മുടെ കോണ്ടെക്സ്റ്റാണ്. അപ്പോൾ എൻറ്റയർ ബൈബിൾ ഉൽപ്പത്തി വെളിപ്പാട് വരെയും വായിച്ചിട്ട് ഇത് പഠിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. ഞാൻ പറയുന്നതിൽ ഒരു ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ആദ്യം നമ്മൾ തുടങ്ങുന്നത്, ഇപ്പം യേശുക്രിസ്തുവിനെ പറ്റി ലോകത്തിന് ഈ നമ്മുടെ ഈ മീഡിയ ഇവാഞ്ചലിസം വേൾഡ് കൊടുക്കുന്ന ഒരു പിക്ചറുണ്ട്. നിന്റെ സകല പാപവും ക്ഷമിക്കും, നിന്റെ സകല രോഗവും സൗഖ്യമാകുന്നു, നിന്റെ അകൃത്യമൊക്കെയും ക്ഷമിക്കുന്നു, നിന്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു നമ്മൾ പ്രസന്റ് ചെയ്യുന്ന യേശുക്രിസ്തു, ദ ജീസസ് വി എന്ന് പറയുമ്പോൾ ഞാൻ TV ഇവാഞ്ചലിസ്റ്റിനെ പറഞ്ഞു കേട്ടോ. ഈ ടെലിവിഷൻ ഇവാഞ്ചൽ അത് കൂടുതൽ വരുന്നത് ഈ അമേരിക്കയിൽ നിന്നും വെസ്റ്റേൺ വേൾഡിലാണ്. അവരെ കേട്ട് പഠിപ്പിക്കും നമ്മുടെ മലയാളികൾ. നമുക്ക് ഈ സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുമല്ലോ. നമ്മൾ മലയാളികൾ അത് ചേർത്തിട്ട് യേശു നിന്റെ പാപം ക്ഷമിക്കുന്നു. യേശു പാപം ക്ഷമിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. യേശു ക്ഷമിക്കാത്ത പാപങ്ങളെ പറ്റി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. യേശു ക്ഷമിക്കത്തില്ല, കർത്താവ് ക്ഷമിക്കത്തില്ല പാപം. ദൈവം ക്ഷമിക്കാത്ത പാപങ്ങൾ എന്നൊരു വീഡിയോ ഇതിന് ശേഷം ഞാൻ ചെയ്യും. അപ്പോൾ അതിനെപ്പറ്റി വിശദീകരിക്കാമെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ കൺസേൺഡ് ആകേണ്ട, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ദൈവം ലോകത്തിന് കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു ഈസ് നോട്ട് ജസ്റ്റ് എ ഫോർഗിവർ ഓഫ് സിൻസ്. പാപമൊക്കെ ക്ഷമിക്കുക എന്ന പേർപ്പസിൽ വന്ന ആൾ അല്ല. പിന്നെയോ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജനനത്തിന് മുൻപ് തൻ്റെ ഭൂമിയിലെ പിതാവായി അറിയപ്പെടുന്ന ജോസഫിനോട് തൻ്റെ സ്വർഗീയ പിതാവ് പറയുക, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ ജീസസ് ഈസ് ദ സേവിയർ, നോട്ട് ജസ്റ്റ് ദ ഫോർഗിവർ. അപ്പം പാപം നിന്ന് രക്ഷിക്കുക. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്നെ ഒന്ന് രക്ഷിച്ചുകൊണ്ട് എനിക്കിനി പാപം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരാൾ ഒരു ചെളിക്കുഴി കിടക്കുക, കുറേ പേര് വരുന്നു, അതിനകത്തൊരു കുളിപ്പിക്കുന്നു, അതിനകത്തൊരു ചാപ്പാട് കൊടുക്കുന്നു, അതിനകത്ത് പുതപ്പയച്ചു കൊടുക്കുന്നു. പുള്ളി ചെളിക്കുടി തന്നെയാണ്, സേഫ്റ്റി ടാങ്കിനകത്തിരിക്കുക, അതിനകത്ത് കിടക്കുക. പക്ഷെ ഒരുപാട് രക്ഷാപ്രവർത്തനം, ഒരുപാട് മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പുള്ളി ഇപ്പോഴും കുഴിക്കാത്ത കർത്താവായ യേശു ക്രിസ്തു അതിനകത്ത് അങ്ങ് എഴുന്നേൽപ്പിച്ച് വിടുക. സോ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു ബി ഇൻ ദി ഡർട്ടി പിറ്റ് എനിമോർ. ഇനി നിനക്ക് ഈ പാപക്കുഴിയിൽ കിടക്കേണ്ട ആവശ്യമില്ല, നിന്നെ അവിടുന്ന് കയറ്റിവിടുക. ഇതാണ് യേശു ക്രിസ്തു. പക്ഷേ ഈ കാര്യം ബൈബിൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാഞ്ഞുകൊണ്ട് ഉണ്ടായ അപകടങ്ങൾ കുറച്ചല്ല. ഇപ്പം പ്ലിമത്ത് ബ്രദറൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ, ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ഈ ബ്രദറൻ അസംബ്ലിയുടെ ഒറിജിനാണ്. അപ്പം ഈ ഗാന്ധി ലണ്ടനിൽ പഠിക്കുന്നതായിരുന്നു, മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ്. അദ്ദേഹത്തിന് വലിയൊരു സത്യാന്വേഷണിയാണല്ലോ അല്ലേ? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ളതല്ലേ. അപ്പോൾ ഈ സത്യം അന്വേഷിച്ച് ഹിസ് പ്രോബ്ലം ഈസ്
ഈ വാസ് അണ്ടർ സിൻ. പാപം അവളുടെ പ്രോബ്ലം. ഈ പാപം ഇല്ലാതെ ജീവിക്കണം. ഐ ഡോണ്ട് വാണ്ട് സിൻ എനിമോർ. അങ്ങനെ പ്ലിമത്ത് ബ്രദറിൻ്റെ അടുത്ത് വരുന്നു. അവരോട് ചോദിച്ചു, അവരോട് നോ പ്രോബ്ലം, നോ പ്രോബ്ലം, അവർ ജീസസ് ക്യാൻ ഹെൽപ്പ് യു. ഞങ്ങളുടെ യേശു സഹായിക്കും. ഓക്കെ, നിങ്ങളുടെ യേശു എന്ത് ചെയ്യും? യേശു ഞങ്ങൾ നിന്റെ പാപം ക്ഷമിക്കും. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ യേശു ഞങ്ങളുടെ പാപം ക്ഷമിച്ചു. ഇനി അത് കഴിഞ്ഞ് ഞാൻ പാപം ചെയ്താലോ അതും ക്ഷമിക്കും. അത് കഴിഞ്ഞ് പാപം ചെയ്യാലോ അതും ക്ഷമിക്കും. ഗാന്ധി പറഞ്ഞപ്പോൾ പാപക്ഷമയാണെന്നുണ്ടെങ്കിൽ അതിന് എൻ്റെ മാർഗത്തിൽ ഒരുപാട് വഴികൾ അതിനുണ്ട്. ഐ വാണ്ട് ടു ബി കംപ്ലീറ്റ്ലി സേവ്ഡ് ഫ്രം സിൻ സോ ദാറ്റ് ഐ വിൽ നോട്ട് ഹാവ് ടു കമ്മിറ്റ് സിൻ എനിമോർ. ഇനിമേൽ പാപം ചെയ്യാൻ എനിക്ക് പറ്റരുത്. ഐ ഡോണ്ട് വോണ്ട് ടു കമ്മിറ്റ് സിൻ എനിമോർ. എനിക്കൊരു ഫോർഗിവറെ അല്ല വേണ്ടിയത്, എനിക്കൊരു സേവിയറെയാണ് വേണ്ടിയത്. അപ്പം പ്രിമത്ത് ബ്രദറൻസ്, അന്ന് യേശു പാപം ക്ഷമിക്കുന്നവൻ മാത്രമല്ല, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനുമാണ്. രക്ഷിക്കുന്നു, ക്ഷമിക്കുന്നു. ആദ്യം രക്ഷിക്കും, പിന്നെ ക്ഷമിക്കും. അല്ലെ ആദ്യം ക്ഷമിക്കും, പിന്നെ രക്ഷിക്കും. എന്തും ആയിക്കോട്ടെ. എനിവേ, യേശു രക്ഷകനാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ലോകം പിന്നെ കണ്ട ഗാന്ധി അല്ലായിരുന്നു കാണുന്നത്. വിശുദ്ധ വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് രക്ഷകനായ യേശുവിനെ പ്രസന്റ് ചെയ്യുന്ന ഒരു ഗാന്ധിയെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇന്നും പ്രോബ്ലം അതാ. വി പ്രസന്റ് എ ഫോർഗിവർ, ബട്ട് ജീസസ് ഈസ് എ സേവിയർ. ഈ രക്ഷകനെ വെറും ക്ഷമിക്കുന്നവനായി മാത്രം നമ്മൾ പരിചയപ്പെടുന്നു. ഇതാണ് തെറ്റ്. യേശു രക്ഷകനാണ്. പൂർണ്ണമായി രക്ഷിച്ചു, പൂർണ്ണമായും രക്ഷിച്ചു. ഇനി പൂർണ്ണമായി രക്ഷിച്ചു കഴിഞ്ഞ ആള് ഇനിയും പാപം ചെയ്യുമോ? അതാ അടുത്ത ചോദ്യം കേട്ടോ. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം അവിടെ നമുക്ക് യോഹന്നാന്റെ ലേഖനത്തിൽ താൻ പറയുന്നൊരു കാര്യമുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുന്നില്ല. ദൈവത്തിൽ ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യാൻ അവന് കഴിയുന്നുമില്ല. ഇപ്പം ഇത് നമുക്ക് വേൾഡ് ഓഫ് റിയാലിറ്റിയും ഈ പറഞ്ഞ വാക്യവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. നമ്മുടെ വേൾഡ് ഓഫ് റിയാലിറ്റിയിൽ വിശ്വാസികൾ എന്ന് പേർ പറയപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഭക്തന്മാര്, പ്രസംഗകര്, സുവിശേഷ വേലക്കാർ, ഉണർവുകാർ എന്ന് വേണ്ട വട്ടവർ മേ ബി, അവര് പബ്ലിക്കായിട്ട് ചെയ്യുന്ന കാര്യം നമുക്കറിയാം. പുറത്തോട്ട് നമുക്ക് പോകണ്ട, അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് നമുക്ക് പോകണം. എനിക്കറിയത്തില്ല, പോകാൻ താല്പര്യമില്ല. പബ്ലിക്കായിട്ട് അവരടികൂടുന്നതും ചീത്ത വിളിക്കുന്നതും വേദപുസ്തകം വിലക്കിയ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്യുന്നത് നമുക്കറിയാം. സഹോദരനെ പകയ്ക്കുന്നതിനെല്ലാം കൊലപാതകനാകുന്ന, നിസാരം എന്ന് പറഞ്ഞാൽ നീ അഗ്നിനരകത്തിൻ്റെ ഇരയാകുമെന്ന, അല്ലേ, നീ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന, ഇതെല്ലാം ദൈവകൽപ്പനയാണ്. ഇതെല്ലാം ലംഘിച്ചിട്ടാണ് സഭകളുടെ ആസ്ഥാനങ്ങൾ അടികൂടുന്നതും ഭിന്നിപ്പ്, ദ്വന്ദ്വപക്ഷം, അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷം പിരിഞ്ഞ് പാനൽ പിരിഞ്ഞ് വോട്ടുപിടുത്തം, ഇതെല്ലാം വേദപുസ്തകം നിരസിക്കുന്ന കാര്യമാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് ഈ പരിപാടി കാണിക്കുന്നോർത്തോണം. ബൈബിൾ പറയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയുകയില്ലെന്ന്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വരുന്ന കൺക്ലൂഷൻ, ഇവരാരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ലെന്ന്. ആണെങ്കിൽ പാപം ചെയ്യത്തില്ലല്ലോ. വെൽ, ലെറ്റ് മി ടെൽ യു, ദൈവത്തിന് ജനിച്ചവൻ പാപം ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റിൽ യു ഹാവ് നോ പെർമിഷൻ ഫോർ ദാറ്റ് എന്നാണ്. ഞാൻ ഓഫീസ് ജോലി ചെയ്യുമ്പോൾ എൻ്റെ പല സ്റ്റാഫും ചില കാര്യങ്ങൾ മിസ്റ്റേക്ക് വന്നു. വെൽ, യു കാൺ ഡു ദാറ്റ് ഇൻ ദി ഓഫീസ്. എസ്പെഷ്യലി ഞാൻ ഹീത്രോ എയർപോർട്ട് ജോലി ചെയ്യുമ്പോൾ, ഹീത്രോ എയർപോർട്ട് ഒരു ഹൈ സ്റ്റാൻഡേർഡ് പ്ലേസ് ആണ്, വേൾഡിലെ ഹയസ്റ്റ് സെക്യൂരിറ്റി ഏരിയ ആണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നത് ഒരുപാട് ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി വരുന്ന സ്റ്റുഡൻസ്, വരുന്ന എംപ്ലോയീസാണ്.
അപ്പം ചില മിസ്റ്റേക്ക് വരും. ഞാൻ വെൽ യു കാൺ ഡു ഇറ്റ് ഇൻ ദിസ് പ്ലേസ്, യു ക്യാൻ നോട്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കില്ലെന്നല്ല ഇതിനർത്ഥം. മറിച്ച് യു ഡോണ്ട് ഹാവ് ദ പെർമിഷൻ ടു ഡു ഇറ്റ് എന്നാണ്. ദൈവത്തിൽ നിന്ന് ജയിച്ചതിന് പാപം ചെയ്യാൻ കഴിയുകയില്ല മീൻസ് യു ഡോണ്ട് ഹാവ് ദി പെർമിഷൻ ടു ഡു ഇറ്റ്. നിനക്ക് അത് ചെയ്യുന്നതിനുള്ള അനുവാദമില്ല എന്നാണ് എൻ്റെ അർത്ഥം. അനുവാദമില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വന്നു എന്നുള്ളതുകൊണ്ട് പാപം ചെയ്യുന്നതിനുള്ള നമ്മുടെ കഴിവ് ഇനാക്റ്റീവ് ആകുന്നില്ല, ക്യാൻസൽഡ് ആകുന്നില്ല. അതിനു മുമ്പ് ചെയ്തിരുന്ന പാപം അതിനേക്കാളോ അതിൽ കൂടുതലോ ശക്തിയോടെ ചെയ്യുന്നതിനുള്ള കഴിവ് ഇപ്പോഴും നമ്മളിലുണ്ട്. യെസ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അതിനുള്ള ഡിസയർ ഉണ്ടല്ലോ, അതിനുള്ള ആഗ്രഹം ചെയ്യണമെന്നുള്ള ആഗ്രഹം, അതാണ് ഡിസയർ ഓഫ് ദ ഫ്ലഷ്. അതിനെയാണ് നമ്മൾ ക്രൂശിച്ചത്. ക്രിസ്തുവേശനോട് കൊണ്ട് ക്രൂശിച്ചത്, തന്നോടൊപ്പം സ്നാനക്കുളത്തിൽ ഇറങ്ങിയപ്പം അടക്കിയത് ഏതാണ്? ആ ഡിസയറിനെയാണ്. ഡിസയർ ഓഫ് ദ ഫ്ലഷ് ആണ്. അപ്പോഴും മുമ്പ് ചെയ്ത പാപം അതിനേക്കാട്ടി ശക്തിയായിട്ട് ചെയ്യാൻ ഈ ശരീരത്തിന് കഴിയുകയും ചെയ്യും. ദാറ്റ്സ് എ ഫാക്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ ജനിച്ചവൻ ജഡത്വം ജഡമോഹങ്ങളെ ജഡത്തിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചു. ആ ഡിസയറിനാണ്. അപ്പം ഞാൻ എൻ്റെ ജഡത്തെ, എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കും എന്ന് പറയുമ്പം ചിലർ ചാപ്പാട് കഴിക്കത്തില്ല, തന്നെത്താൻ അടിക്കുക, ശരീരത്തെ ദണ്ണിപ്പിക്കുക. ശരീരത്തെ ദണ്ണിപ്പിച്ചു പാപം ചെയ്യുന്നതുകൊണ്ട് ശരീരത്തെ ദണ്ണിപ്പിക്കുക. അവിടെ ശരീരം എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചോണം, നമ്മുടെ ഈ ഹ്യൂമൻ ബോഡി അല്ല. ഇതൊക്കെ അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അവിടെ നമ്മുടെ ഹ്യൂമൻ ബോഡി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡിസയർ, ദൈവം ചെയ്യരുന്നൊരു പാപം ഒരു വിശ്വാസി പോയി ചെയ്യരുതെന്ന് പറഞ്ഞത്, അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുകയാണ്. എൻ്റെ പൗലോസ് പറഞ്ഞു ശരീരത്തെ ദണ്ഡിപ്പിക്കുകയാണ്. അല്ല, ശരീരത്തെ ദണ്ഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ഡിസയർ ഉണ്ടല്ലോ, ആ ഡിസയറിനെ ഓവർകം ചെയ്യുകയാണ്. ആ ഡിസയറിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളത് ഒരുപക്ഷെ ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറയാം. ആ ഡിസയറിനെ ഓവർകം ചെയ്യുന്നതിനാണ് ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നതെന്ന് പറയുന്നത്. അല്ലാതെ ഭക്ഷണം കഴിക്കാതെയും കുളിക്കാതെയും നനയ്ക്കാതെയും പല്ല് തേക്കാതെയും ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാതെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു. തന്നെത്താൻ അടിക്കുക, മുറിക്കുക, മുറിവേൽപ്പിക്കുക, കുരിശും ചുമന്നുകൊണ്ട് കുരിശുമല കയറുക, ശരീരത്തെ ദണ്ഡിപ്പിക്കുക. ചൂലും ചുമന്നുകൊണ്ട് മലയാറ്റുമല കയറുക, കല്ല് ചുമന്നുകൊണ്ട് മലയാറ്റ് കയറുന്ന ശരീരത്തെ ദണ്ഡിപ്പിക്കുക. അങ്ങനെ അല്ല അവിടെ പറഞ്ഞത്. ആ ഡിസയറിനെയാണ് നമ്മൾ ഓവർകം ചെയ്യുന്നത്. ആ ഡിസയറിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ട് കഴിയത്തില്ല. സ്വന്തം കഴിവുകൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് സാധിപ്പിക്കുന്നതിനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നത്. ഇറ്റ്സ് എ ഹെൽപ്പ് മീ ലോർഡ്, ഗീവ് മീ യുവർ ഹോളി സ്പിരിറ്റ് സോ ദാറ്റ് ഐ വോണ്ട് കമ്മിറ്റ് ഇറ്റ് എനിമോർ. അവിടെ നമ്മൾ ജയിച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇനിയും എന്നിട്ടും ഒരുത്തൻ പാപം ചെയ്തെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾ നേരെ ഈ ശാപം മുറിക്കുന്നതിനോട് പോയി പൈസയും കൊടുത്തിട്ട് പുള്ളി ശാപവും പാപവും എല്ലാം മുറിച്ച് നല്ല വൃത്തിയാക്കി തരും. ഈ പൈശാചിക കൂട്ടായ്മയിൽ ഈ പൈശാചികന്മാരുടെ അടുത്ത് പോയെന്നുണ്ടെങ്കിൽ ഈ ജന്മം പിന്നെ നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ചെയ്യേണ്ട വിശുദ്ധ തിരുവെഴുത്തുകളിലേക്ക് തിരിയണം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. 2 ഡോൺസ് ആണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ കൽപ്പനകൾ. 2 ഡോൺസാ. 1, ഫിയർ നോട്ട്, ഭയപ്പെടരുത്. 2, പാപം ചെയ്യരുത്. ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ മുറുകെ പിടിച്ചോ. യു വിൽ ബി ദ മോസ്റ്റ് സക്സസ്ഫുൾ ക്രിസ്ത്യൻ ഓൺ ദിസ് എർത്ത്. ഈ ഭൂമിയിൽ ഏറ്റവും സക്സസ്ഫുൾ ആയ ദൈവത്തിലായിരിക്കും നിങ്ങൾ. 1, ഭയപ്പെടരുത്. 2, പാപം ചെയ്യരുത്. ഈ 2 കൽപ്പനകളാണ്, 2 ഡോൺസ് ആണ് ഏറ്റവും വലുത്. അപ്പം നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് പറയുന്നു.
ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു, നമ്മുടേത് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. സകല ലോകത്തിൻ്റെയും പാപത്തിന് പ്രായശ്ചിത്തമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്കൊരു കാര്യസ്ഥനായി സ്വർഗത്തിലുണ്ട്. കാര്യസ്ഥന്റെ ജോലി എന്താ? കാര്യം സാധിപ്പിച്ചു തരിക അല്ലേ? അപ്പം ഈ കാര്യസ്ഥന്റെ അടുത്താ ചെല്ലേണ്ടത്, ആരുടെ അടുത്തല്ല. ഈ ശാപം മുറിക്കുന്ന പൈശാചി കൂട്ടായ്മയിലല്ല പോകേണ്ടത്. മനസ്സിലായോ? ആ ഉഡായിപ്പ് മാസ്റ്ററുടെ അടുത്തല്ല പോകേണ്ടത്. അവൻ പണക്കൊതിയനാ, അവൻ്റെ കണ്ണ് നിന്റെ പോക്കറ്റല്ല. മനസ്സിലായോ? നിന്റെ ഇടുന്ന നോട്ട് നല്ല പുത്തൻ നോട്ടാണ്, പടപെടാതിരിക്കുന്നത് നോക്കുന്നത്. അങ്ങനെ ഈ പാവം മുറിക്കൽ പരിപാടി നടത്തുന്നത്. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു കാര്യസ്ഥനുണ്ട്. ആ കാര്യസ്ഥൻ്റെ അടുത്ത് ചെല്ലണം. ആ കാര്യസ്ഥൻ്റെ അടുത്ത് എന്തിനാ ചെല്ലുന്നത്? അത് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ എങ്ങനെയോ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സുവിശേഷമുണ്ട്. ആ സുവിശേഷം, നീ മാനസാന്തരപ്പെടണം. നീ മാനസാന്തരപ്പെട്ടാൽ ദൈവം നിന്നോട് ക്ഷമിക്കും. അപ്പം നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിലോ ദൈവം നിന്നോട് ക്ഷമിക്കത്തില്ല. നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവം നിന്നോട് ക്ഷമിക്കത്തില്ല. നീ മാനസാന്തരപ്പെടണം. എന്തിനു വേണ്ടി? ദൈവം നിന്നോട് ക്ഷമിക്കാൻ. ദൈവം നിന്നോട് ക്ഷമിക്കാനാണോ നീ മാനസാന്തരപ്പെടുന്നത്? ഞാൻ ഈ വിഷയം പബ്ലിക്കിൽ പ്രസംഗിക്കാതെ പറയാത്തതിൻ്റെ കാര്യം ഇതാണ്. കാര്യം ഒരുപാട് ആശയക്കുഴപ്പം ആൾക്കാർക്കുണ്ടാകും. അതുകൊണ്ട് എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ ഈ വീഡിയോയിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടെന്ന് തോന്നിയാൽ എൻ്റെ നമ്പർ താഴെ ഉണ്ടല്ലോ, എന്നെ വിളിച്ചോണം. വി ക്യാൻ ക്ലിയർ ഇറ്റ്. അപ്പം നമ്മൾ അനുദപിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ടുകൊണ്ടാണോ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത്? വിശുദ്ധ പഴയ നിയമത്തിലും വിശുദ്ധ പുതിയ നിയമത്തിലും നമുക്ക് ഈ കാര്യം എടുത്ത് നോക്കണം. വിശ്വാസി അങ്ങേ അറ്റത്ത് ഭക്തി കൂടി, എൻ്റെ ദൈവമേ, ലോകാവസാനം വരെയുള്ള കാര്യങ്ങൾ പ്രവചിച്ച ആളാണ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുണ്ട് ദാവീദ്. ഭയങ്കര പാപം ചെയ്തു. നാഥാൻ ചെന്ന് പറഞ്ഞു, നാഥാനോട് പറഞ്ഞു, ദൈവത്തോട് എനിക്ക് വേണ്ടി ക്ഷമ ചോദിക്കണം, എന്നെ ക്ഷമിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നാഥാന്റെ മറുപടി എന്താ? വെൽ, ഗോഡ് ഹാസ് ഓൾറെഡി ഫോർഗിവൻ യു. ദൈവം നിന്നോട് ക്ഷമിച്ചു കഴിഞ്ഞെന്നേ. ഗോഡ് ഹാസ് ഓൾറെഡി ഫോർഗിവൻ യു. ഇത് കേൾക്കുന്നില്ല. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പാപം ചെയ്യാമല്ലോ അല്ലേ? ഇവൻ ക്ഷമിച്ചില്ലേ? ഓൾറെഡി ക്ഷമിച്ച് നമുക്ക് ധൈര്യമായിട്ട് പാപം ചെയ്യാമല്ലോ. അങ്ങനെയല്ല എൻ്റെ അർത്ഥം. God has already forgiven you. അപ്പോൾ പിന്നെ ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. വിശുദ്ധ പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കണേ. അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ തൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? പ്രോബ്ലം ഇതാ. നീ മാനസാന്തരപ്പെട്ടുകൊണ്ട് ദൈവം നിന്നോട് ക്ഷമിക്കുകയല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുക. അപ്പൊ പാപം ചെയ്തു. പാപം ചെയ്യുമ്പോൾ ആരുടെയൊക്കെ നോക്കേണ്ടത്? യേശു ക്രിസ്തുവിലേക്ക് നോക്കണം. ക്രിസ്തുവിലേക്കും കർത്താവ് എന്താ പറയും? മോനെ, അത് ക്ഷമിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ പാപപരിഹാരമായിട്ട് ഞാൻ ഓൾറെഡി ക്രൂശിൽ മരിച്ചു കഴിഞ്ഞു. ഞാൻ നിന്നോട് ദയ കാണിച്ചു കഴിഞ്ഞു. അന്ന് ഞാൻ നിന്നോട് ദയ കാണിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ നീ മാനസാന്തരത്തിലേക്ക് വരിക. നീ മാനസാന്തരപ്പെട്ടുകൊണ്ട് ദൈവം ക്ഷമിച്ചതല്ല, നീ മാനസാന്തരപ്പെടുന്നതിന് മുൻപേ ദൈവം ക്ഷമിച്ചു. പക്ഷെ അത് നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. അത് നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. അതാണ് പ്രോബ്ലം. സോ, ഒരു പാപം ചെയ്ത, തെറ്റ് ചെയ്ത ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പാപം ചെയ്യുന്നതിന് മുൻപേ എൻ്റെ കർത്താവ് അതിന് പരിഹാരയാഗമായി തീർന്നു. ഞാൻ പാപം ചെയ്തപ്പോൾ തൻ്റെ ക്ഷമയും എനിക്ക് തന്നു. പക്ഷെ ഞാനിനിയും ECPC ജാപ്പനീസ് എന്ന് നടക്കാനാണോ പോകുന്നത്? അല്ല.
ഞാൻ ക്ഷമ ചോദിക്കുന്നതിന് മുൻപ് എന്നോട് ക്ഷമിച്ച ദൈവം, ആ ദൈവത്തോടാണ് എന്ത് പറയേണ്ടത്? മാനസാന്തരത്തോട് തിരിയേണ്ടത്. ദൈവത്തിൻ്റെ ദയയാണ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. അല്ല നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ട് ദൈവം നമ്മളോട് ക്ഷമിക്കുന്നതല്ല. അങ്ങനെയല്ല എൻ്റെ അർത്ഥം. ഇനി വേറൊരു കാര്യം, നമ്മൾ റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ വരുന്നുണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ നാം ബലഹീനരായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് നമുക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. നമ്മൾ പാപികളായിരുന്നപ്പോഴാ കർത്താവ് പിതാവ് നമുക്ക് പുത്രനെ തന്ന് നമ്മൾ പാപം ക്ഷമിച്ചത്. അപ്പോൾ ഇനിയും മക്കളായിക്കഴിഞ്ഞ ശേഷമോ ഇവിടെ 2 ഓപ്പോസിറ്റ് ഈക്വൽസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, അവിടെ ഇരുന്നുകൊണ്ട് പാപം ചെയ്യുക. അവിടെ നിന്നുകൊണ്ട് പാപം ചെയ്യുക. സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഒരു ക്ഷമയും കിട്ടാത്ത നിത്യനരകത്തിൽ നിന്ന് തള്ളിയിടും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് നരകം എന്ന സംഗതി പറഞ്ഞു തരുന്നത്. നരകത്തെപ്പറ്റി പറഞ്ഞതല്ല ആരോടെന്നറിയാം? പാപികളോടല്ല, പിന്നെ തന്നെ പിൻഗമിക്കുന്ന ആളുകളോട്. പാപിയോടല്ല നിന്നെ നരകത്തിൽ വിടുമെന്ന് പറഞ്ഞ, പാപി നരകത്തിൽ പോകത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നരകമുണ്ടെന്ന് പറഞ്ഞ ആരോടാണ്? കൂടെ കാണുന്നവരോടാണ്. ഇനി ആരെ അവിടെ തള്ളിയിടുന്നെന്ന് പറഞ്ഞത്? കിഴക്ക് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോബിനോട് കൂടെ പന്തിയിലിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാർ. ആരാണ്? സെൻട്രൽ പാസ്റ്റർ, പിന്നെ വേറെ എന്താണ്, DP ഡിസ്ട്രിക്ട് പാസ്റ്റർ, ഓവർസിയർ, പിന്നെ ഡീക്കൻ, പീക്കൻ, ഇങ്ങനെ കുറേ സംഗതി ഉണ്ടല്ലോ. രാജ്യത്തിൻ്റെ പുത്രന്മാർ. രാജ്യത്തിൻ്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിയിടും. അവർ ചോദിക്കും, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി തിന്നുകയും കുടിക്കുകയും എന്ന് പറഞ്ഞാൽ ഈ തിരുവത്താരം കൊടുത്ത കാര്യമാണ്. ഇതൊക്കെ ശരിയാ. എടാ, നീ പ്രസംഗിച്ചതും ശരിയാ, ഭൂതങ്ങളെ പുറത്താക്കിയും ശരിയാ, പ്രവചിച്ചും ശരിയാ. നിന്റെ പ്രവചനം എന്ത് പ്രവചനമായിരുന്നു? ഞാനിവിടുന്ന് ചിരിക്കുകയായിരുന്നു. കർത്താവ് പറയാ, ഞാൻ ചിരിച്ചും മണ്ണ് നിന്റെ പ്രവചനം കേട്ടപ്പോ. നീ പ്രവചിച്ചതൊക്കെ ശരിയാ, പക്ഷെങ്കിൽ വിശുദ്ധന്മാരുടെ പട്ടികയിൽ നിന്നെ കാണുന്നില്ല. നിന്നെ മിടുക്കന്മാരുടെ പട്ടികയിലേ കാണുന്നുള്ളൂ. യെസ്, മിടുക്കന്മാരുടെ പട്ടികയിൽ നീ ഉണ്ട്, പക്ഷെ ആരുടെ പട്ടികയിലില്ല? വിശുദ്ധന്മാരുടെ ഗണത്തിൽ നിന്നെ കാണുന്നില്ല. നിന്റെ പേര് കാണുന്നില്ല. സൂക്ഷിച്ചു നോക്കിയാൽ കുറേ കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ വെട്ടിയതായിട്ട് കാണുന്നുണ്ട്. മായ്ച്ചു കളഞ്ഞു. എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. ഇല്ല. അപ്പം ഇതാണ് അപകടകരമായ ഒരു കാര്യം വിശ്വാസി പാപം ചെയ്താൽ. ഇനി രണ്ടാമത്തെ അതരിഷ്ടം പറയാൻ പോവാ. നേരെ എവിടെ പോകണം? നേരെ എവിടെ പോകണം? നമുക്ക് വേണ്ടി ഒരിക്കൽ ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ അടുത്ത് പോകണം. ആ രക്തത്തിൻ്റെ ശക്തി ഇന്നും തീർന്നിട്ടില്ല. പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ നാം മക്കളായി തീർന്ന ശേഷമോ തൻ്റെ രക്തത്താൽ എത്ര അധികം ശുദ്ധീകരിക്കപ്പെടും. അതിനെന്താ ചെയ്യേണ്ടത്? നേരെ അവിടെ പോകണം. മറ്റേ പൈശാചി കൂട്ടായ്മയിലല്ല പോകേണ്ടത്. നേരെ നീ മുറിക്കകത്ത് കയറി കഥ കടച്ചിട്ട് നെടുമ്പാട് വീഴണം. അപ്പാ, തെറ്റിപ്പോയി, വീണുപോയി. രണ്ട് രീതിയിലാണ് വീഴ്ച. ഒന്ന്, മനുഷ്യനോട് പാപം ചെയ്തു, തെറ്റ് ചെയ്തു. ദൈവത്തോട് പാപം ചെയ്തു. മനുഷ്യനോടാണ് ചെയ്തെങ്കിൽ ആ മനുഷ്യനോട് ക്രമീകരിക്കുമ്പോൾ
ദൈവം ക്ഷമിച്ചു കഴിഞ്ഞു. മനുഷ്യനോട് ക്രമീകരിക്കാതെ ദൈവം ക്ഷമിക്കുന്നത് ചിന്തിക്കുകയും ചെയ്യരുത്. കാരണം നീ അവനോട് തെറ്റ് ചെയ്തത്. അവനോട് പോയി നീ ക്രമീകരണം പ്രാപിക്കണം. നീ ആരെ വേദനിപ്പിച്ചോ, ആരെ ഉപദ്രവിച്ചോ, അവനോട് പോയി നീ സെറ്റിൽ ചെയ്യണം വിഷയം. ഇല്ലെങ്കിൽ ക്ഷമിക്കത്തില്ല. ഒരു കാരണവശാലും ക്ഷമിക്കത്തില്ല. കാരണം നീ അവനെ ഹേർട്ട് ചെയ്തതാ. അവനുമായിട്ട് നീ ആ കാര്യം കോംപ്രമൈസ് ആക്കിയില്ലെങ്കിൽ, കോംപ്രമൈസ് ആക്കുന്നല്ല, ചെല്ലിയായിരിക്കുന്ന സാധനം ക്ഷമിച്ചേര്, സാധനം വിട്ടുകള, സാധാരണ വിട്ടുകള. കേട്ടോണം, അങ്ങനൊന്നും വേദോസ്തത്തിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞെന്താ? നീ അവനോട് പോയി നിരപ്പ് പ്രാപിക്കണമെന്നാ. എന്ത് പറഞ്ഞില്ല? ക്ഷമ ചോദിക്കാൻ പറഞ്ഞില്ല. ഇപ്പം ഇന്ന് എന്ത് കൊള്ളാണ് അവസാനം ക്ഷമ പറയുമ്പോൾ തീരത്തില്ലയോ? കൂട്ടുവിശ്വാസി പിടി ചെപ്പ് കെട്ടി ഒറ്റ കീറും എടുത്തു. അവൻ എനിക്ക് വോട്ട് ചെയ്യില്ലെന്ന് കേട്ടപ്പോൾ. അല്ലെ കൗൺസിലിയും കൂടി ദേഷ്യം വന്നു, എടുത്തിട്ട് കീറി. പിന്നെ എൻ്റെ ആലോചന, സാറങ്ങ് വിട്ടുകള, ക്ഷമിച്ചില്ലയോ? സാറിനങ്ങ് വിട്ടുകള, ക്ഷമിച്ചില്ലയോ? ഇതാണ് നമ്മളെ നശിപ്പിക്കുന്ന ഉപദേശം. മറിച്ച് എന്താ ചെയ്യേണ്ടത്? ഒരാൾക്ക് എന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ, വചനത്തിന്റെ പ്രമാണം അനുസരിച്ച് എനിക്ക് ആരാധിക്കുന്ന പോയിട്ട് സ്വോത്രകാഴ്ച ഇടാൻ പ്രമാണമില്ല. സ്വോത്രകാഴ്ച ഇടാൻ നിന്റെ യാഗവസ്തുവുമായി യാഗപീഠത്തിനടുത്ത് വരുമ്പോൾ സഹോദരന് നിന്നോട് എന്തെങ്കിലും തോന്നിയാൽ നീ അവനോട് പോയി നിരപ്പ് പ്രാപിക്കണം. എന്താ നിരപ്പ് പ്രാപിക്കുന്നത്? അവിടെ നിന്ന് സഹോദര, നമ്മൾ തമ്മിൽ ചില പ്രോബ്ലം ഉണ്ട്. അതിൽ ഞാനാ തെറ്റുകാരൻ, എൻ്റെ ഭാഗമാ തെറ്റ്. 2, നിനക്കെന്നെ ശിക്ഷിക്കാം. നിനക്ക് ഇഷ്ടമുള്ള ശിക്ഷ എൻ്റെ പേര് തരാം. അത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. യു പ്രൊനൗൺസ് പണിഷ്മെന്റ് ഓൺ മീ. നീ പറയുന്ന കോമ്പൻസേഷൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിനക്ക് ഞാൻ വരുത്തിയ നഷ്ടത്തിന്റെ 10 ഇരട്ടി തരണോ? ഞാൻ തയ്യാറാ. നിനക്ക് ഞാൻ ഉണ്ടാക്കിയ ഖേദത്തിന് എൻ്റെ ചെവിക്കുറ്റിക്ക് 2 അടി നിനക്ക് തരണോ? അടിച്ചു. നിനക്ക് എന്താണ് ശിക്ഷ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നത്, ആ ശിക്ഷ നീ തരണം. ഞാൻ വാങ്ങാൻ തയ്യാറാണ്. അപ്പം അവൻ പറയാം, നിന്റെ ചെവിക്കുറ്റിക്ക് 2 അടി എനിക്ക് തരണം. അടിച്ചു. അവൻ അടിച്ചു കഴിയുമ്പോൾ ആ കുറ്റം സ്വർഗം നമ്മളോട് ക്ഷമിച്ചു. കാരണം നമ്മൾ ഓൾറെഡി ശിക്ഷ മേടിച്ചു. 2, അവൻ പറയാ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എനിക്ക് നിന്നോട് ഒന്നും ഒരു 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 പ്രശ്നമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ ക്ഷമിച്ചു. പിന്നെ സ്വർഗത്തിനാണ് കുഴപ്പം. ദൈവം ക്ഷമിച്ചു. എന്നിട്ട് വന്ന് ഈ കീറിയ 5 രൂപ സ്വോത്രാഴ്ച ഇട്ടാച്ചാൽ മതിയെന്ന്. മനസ്സിലായോ? അതാണ് നിരപ്പിന്റെ പ്രമാണം. അത് മനുഷ്യനോട്. ഇനി ദൈവത്തോടാണെങ്കിലോ അവിടെ കൊണ്ട് തീരത്തില്ല. ഗോ ആൻഡ് fall at his feet. എന്നിട്ട് പറയണം, പുത്രന്റെ നാമത്തിൽ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ കരയുമ്പോൾ ദൈവം നോക്കുന്നത് നീ പറയുന്നതുള്ളതോ കരയുന്നേ ഉള്ളോ, നിന്റെ ഹൃദയത്തിന് എന്തോ സംഭവിച്ചു. അതാ പ്രോബ്ലം. ഹൗ ബ്രോക്കൺ യു ആർ എന്നുള്ള ക്വസ്റ്റ്യൻ. ദാവീദ് പാപം ചെയ്തു, ദൈവത്തിന് കരയാൻ തുടങ്ങി. 51 സങ്കീർത്തനം നിങ്ങൾക്കറിയാം. 51 കരഞ്ഞു വന്നപ്പോ ദാവീദിന്റെ കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായ? തൻ്റെ ഈ തകർന്ന ഹൃദയമുണ്ടല്ലോ, അതിനോട് ദൈവത്തിനുള്ള മനോഭാവം എന്താണ്? സിബിഹി എലോകീം റുവാഖ് നിഷ്ബരാഖ്. ദാവീദിന് വെളിപ്പെട്ടൊരു കാര്യമാണ്. സിബിഹി എലോകീം റുവാഖ് നിഷ്ബരാഖ്. സിബിഹി, സബാഹ് എന്ന് പറഞ്ഞാൽ സൗരഭ്യവാസനായാകുമെന്ന. സബാഖ് സിബിഹി എലോകീം, ദൈവത്തിന് സൗരഭ്യവാസനയാഗമാണ്. ഏത്? റുവാഖ് നിഷ്ബരാഖ്. തകർന്നുപോയി, ഹൃദയം തകർന്നുപോയി, ആത്മീയ ജീവിതം തകർന്നുപോയി.
പ്രത്യാശ തകർന്നുപോയി, നിലനിൽപ്പ് തകർന്നുപോയി, സകലതും തകർന്നുപോയി. നിന്നെ ആർക്ക് വേണം? നിന്നെ ആർക്ക് വേണം? നിന്റെ സൃഷ്ടാവിന് നിന്നെ വേണം. നിന്റെ രക്ഷിതാവിന് നിന്നെ വേണം. നിന്റെ വീണ്ടെടുപ്പുകാരന് നിന്നെ വേണം. അതുകൊണ്ട് എവിടാ പോകേണ്ടത്? ആ ദിവ്യപാദത്തിൽ ചെല്ലണം. അവിടെ ചെന്ന് കരയണം. അവിടെ നിന്ന് കരയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഗോഡ് ഹാസ് ഓൾറെഡി ഫോർഗിവൺ യു. നീ കരയുന്നതിന് മുമ്പേ ഫോർഗീവ് ചെയ്തു. പക്ഷേ അത് നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നീ ഒരു വിശ്വാസിയാണെങ്കിൽ ദൈവം നിനക്ക് ചുട്ടാട്ടി തരും. നല്ല ചുട്ടാട്ടി തരും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. എന്നെ അടിച്ചതിന്, എന്നെ ശിക്ഷിച്ചതിന്, എന്നെ ദണ്ഡിപ്പിക്കുന്നതിന് നന്ദി അപ്പച്ച. എന്തുകൊണ്ട്? ദാറ്റ് പ്രൂവ്സ് ദാറ്റ് യു ആർ സ്റ്റിൽ ഇൻ ഗോഡ്സ് ഗ്രേസ്. ആ അടിയുടെ അർത്ഥം നീ ദൈവത്തിൻ്റെ കൃപയിലാണ് ഇപ്പോഴും വന്ന. കൃപയുടെ റേഞ്ചിന് പുറത്തു പോയിട്ടില്ല. കൃപയുടെ റേഞ്ചിന് പുറത്തു പോയെങ്കിൽ അടിയില്ല, തൊടത്തില്ല. ദൈവത്തിൻ്റെ എല്ലാത്തിനും ദൈവം അടിക്കാൻ പോകത്തില്ല, അല്ലേ? ഇനി മൂന്നാമത്തെ കാര്യം, God will reinstate you. God will reinstate you. അവൻ വിശ്വാസി പാപം ചെയ്താൽ, വിശ്വാസി ചെയ്യേണ്ടത് മനുഷ്യനോടാണെങ്കിൽ പോയി നിരപ്പുറയ്ക്കുന്ന ക്ഷമ ചോദിക്കുന്നതല്ല. ദൈവത്തോടാണെങ്കിൽ ദൈവസന്നിധിയിൽ വീഴണം. എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ വീഴണം? റുവാഖ് സിബ്ഹിയലോഖീം റുവാഖ് നിഷ്ബരാഖ്. സൗരഭ്യവാസനയാകും പോലെ ദൈവത്തിൻ്റെ പ്രസാദമാണ് തകർന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ വരുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.